തമിഴ്നാട്ടിലെ ജനങ്ങളും അതുപോലെ തിരുവനന്തപുരത്ത് അവിടെ മുതൽ അങ്ങോട്ട് നാഗർകോവിൽ ഭാഗത്തുള്ളവരുമൊക്കെ ഒരുപാട് എതിർത്ത ഒരു പദ്ധതി, ഒരുപാട് പരിസ്ഥിതി പ്രവർത്തകരും ഒക്കെ എതിർത്ത ഒരു പദ്ധതിയാണ് കൂടംകുളം ആണവ നിലയം. ആ പദ്ധതി അപ്പോൾ അവിടെ കൂടംകുളം ആണവ നിലയത്ത് അവിടെ കൂടംകുളത്ത് സ്ഥാപിക്കാൻ വന്നപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ് അധീനതയിലാണ് ഇത് സ്ഥാപിക്കുന്നത്. അത് അവർക്കാണല്ലോ ആണവോർജം, അതിനെ മാർഗമുള്ളൂ, വേറെ ആർക്കും കൊടുക്കുന്നതല്ല, കാര്യമല്ല, പ്രൈവറ്റൈസ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഈ ആണവ നിലയം വന്നു കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ 2018 ഇതിൻ്റെ ഈ ഇടപാടുകളൊക്കെ തുടങ്ങിയത്. 2018 അതിന് ഒരുപാട് എതിർപ്പുണ്ടായി ആദ്യം. അപ്പോൾ 2018 അത് വരാൻ കാര്യം, എതിർപ്പുണ്ടായെന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ, ആദ്യത്തെ 1ഉം 2ഉം സ്റ്റേജുകൾ അപ്പോഴത്തേക്ക് പൂർത്തിയായി. 2018 അത് പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞപ്പോൾ അന്ന് 2019 ഈ കൂടംകുളം നിലയത്തിൻ്റെ പേരിൽ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായതായിട്ട് വാർത്ത വന്നു. ആ വാർത്ത വന്നെന്ന് പറയുന്നത് അത് നോർത്ത് കൊറിയ, ഇപ്പം നോർത്ത് കൊറിയയുടെ ഏറ്റവും വലിയ ഇടപാടുകളെന്ന് പറയുന്നുണ്ട്, അവരുടെ വരുമാനം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അവർക്ക് അവിടെ വേറെ വലിയ ഇടപാടുകളൊന്നുമില്ല, അവിടെ അടിച്ചമർത്തി ആളുകളെ അവിടെ ഇട്ടേക്കാണ്. അവർക്ക് സ്വാതന്ത്ര്യമൊന്നും അവിടുത്തെ ജനങ്ങൾക്കില്ല, ഉണ്ടെന്ന് അവരങ്ങ് ധരിക്കുക. കാര്യം എന്താ അറിയോ, അവർ വേറെ സ്വാതന്ത്ര്യം കണ്ടിട്ടില്ല, കാരണം അവർക്ക് അവിടെ നിന്ന് പോകാനെങ്ങും ഒക്കത്തില്ല, വേറെ ആർക്കും അവിടെ ചെല്ലാനും പറ്റത്തില്ല. അതാണ് രീതി. അവിടെ ആളുകളൊന്നും അവിടെ നിന്നും എളുപ്പമൊന്നും ആരെയും അഡ്മിറ്റ് ചെയ്യത്തില്ല, എളുപ്പമുള്ളൊരു കാര്യമല്ല അവിടെ പോകണമെന്നുണ്ടെങ്കിൽ. അവിടെ പോകണമെങ്കിൽ ഒരു മാർഗമെന്ന് പറയുന്നത് അവിടെ ചെല്ലാനൊക്കത്തില്ല. എന്നാലും ആ നാട് കാണാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൈനയുടെ ഒരു ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ അതിനെ ഒരുപാട് ആളുകൾ തന്നെ ഉണ്ട് നമ്മളെ കൊണ്ട് നടക്കാനായിട്ട്. ചൈനയുടെ ഒരു ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു ടൂറിസം പോലെ ബസ്സിൽ നമ്മളെ കൊണ്ടുപോയി അതിനകത്ത് ആ ഒരു സൈഡിൽ കൂടെ പോകും. അപ്പോൾ ഒരു സൈഡിൽ ചൈന, ഒരു സൈഡിൽ നോർത്ത് കൊറിയ. അവിടെ ഒരു നദിയുണ്ട് ഇത് തമ്മിൽ വേർതിരിക്കുന്നത്, അതാണ് അതിൻ്റെ അതിര്. അതിനപ്പുറം മറുകരയെന്ന് പറയുന്നത് നോർത്ത് കൊറിയയാണ്, ഇപ്പുറം ചൈനയാണ്. ചൈനയിൽ കൂടെ പോയി ഒക്കെ വരികയൊക്കെ ചെയ്യാം. പക്ഷേ അവിടെ പ്രവേശിപ്പിക്കത്തൊന്നുമില്ല, അവിടെ വിസ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുമാണ് അങ്ങനെയുള്ളത്. അവിടെ ഈ ഒരു വൈറസ് അന്ന് അത് കണ്ടെത്തി. കാരണം എന്താണെന്ന് 2019 ഈ കൂടംകുളം ആണവ നിലയത്തിൽ നിന്ന് അവിടുത്തെ കമ്പ്യൂട്ടറുകളിൽ വൈറസ് കണ്ടെത്തി. അത് നോർത്ത് കൊറിയൻ ഇടപാടായിരുന്നു, അങ്ങനെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് അത്. എന്നാൽ അത് പ്ലാന്റിൻ്റെ മറ്റ് പ്രധാന സംവിധാനങ്ങളെ ഒന്നും അത് ബാധിച്ചിട്ടില്ലെന്നായിരുന്നു അന്നത്തെ വിശദീകരണം. ഇത് കഴിഞ്ഞതിന് ശേഷം 2019 റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, അതിന് റിൻഫ്ര എന്ന് പറഞ്ഞ അവർക്ക് ഈ കോൺട്രാക്റ്റ് കിട്ടിയത് ഇതിൻ്റെ എന്നറിയോ 3ഉം 4ഉം യൂണിറ്റുകളുടെ. അപ്പോൾ 1ഉം 2ഉം യൂണിറ്റുകളുടെ പണി കഴിഞ്ഞായിരുന്നു, 3ഉം 4ഉം യൂണിറ്റുകളുടെ പണി അവർക്ക് കിട്ടിയത് ഈ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിന് കിട്ടിയത് 2019 അവർ നേടിയെടുത്തത്. നമ്മുടെ മുകേഷ് അംബാനിയുടെ വകയാണ്. അപ്പോൾ നേടിയെടുത്തു, അത്ര ആയിരക്കണക്കിന് കോടി രൂപയുടെ കോൺട്രാക്റ്റാണ്. അപ്പോൾ അത് ആ 2ഉം 3ഉം 4ഉം യൂണിറ്റുകളുടെ ഉൽപ്പാദനം വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്ന് 2000 മെഗാവാട്ട് വൈദ്യുതി കിട്ടും. 2000 മെഗാവാട്ട് വൈദ്യുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചില്ലറ കാര്യമൊന്നുമല്ല, നമ്മുടെ നാടിന് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യവുമാണ്. പക്ഷേ ഇപ്പോൾ അതിൽ വന്നേക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വിവരം പുറത്തു വന്നു, അവർ അത് സമ്മതിക്കുകയും ചെയ്തു. അതായത് ഈ റിൻഫ്രയുടെ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ലിമിറ്റഡിൻ്റെ അവരുടെ ഈ കമ്പ്യൂട്ടറുകളുണ്ടല്ലോ അതെല്ലാം ഹാക്ക് ചെയ്തിട്ട് അതായത് വേൾഡ് ലീക്സ് എന്ന് പറയുന്ന ഒരു ഡാർക്ക് വെബ് ഉണ്ട്. ഡാർക്ക് വെബ് എന്നാണ് അതറിയപ്പെടുന്നത്. ഡാർക്ക് വെബുകൾ പലതുണ്ട്. ആ ഡാർക്ക് വെബുകളിൽ പെട്ട ഒരെണ്ണമാണ് ഈ വേൾഡ് ലീക്സ്. ഇവന്മാരെ ജോലി എന്ന് പറഞ്ഞാൽ ഇതേപോലെ വളരെ ഒത്ര വലിയ കമ്പനികളുടെയും അതേപോലെ തന്നെ വലിയ ബിസിനസ്സുകാരുടെ അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളുടെയും അതേപോലെ ഇതേപോലുള്ള തന്ത്രപ്രധാനമായ ഈ രംഗങ്ങളിലൂടെയൊക്കെ ആ സിസ്റ്റത്തിലേക്ക്, കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് നുഴഞ്ഞു കയറി അത് ഹാക്ക് ചെയ്തിട്ട് അതിലെ വിവരങ്ങൾ ഡേറ്റ കളക്ട് ചെയ്യുകയാണ് ഇല്ലീഗലായിട്ട്. അതേമാതിരി ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇവർ ചെയ്യുന്ന പണി 2 വിധത്തിലാണ് ഇവർ പണം ഉണ്ടാക്കുന്നത്. ഒന്ന്, ഇവരെ അറിയിക്കും ഞങ്ങൾ ഇത്രയും ഡേറ്റ ഇതിൽ നിന്ന് ലീക്ക് ചെയ്തിട്ടുണ്ട്
ഈ ഡേറ്റ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് ഞങ്ങൾ വെളിയിൽ കൊടുക്കും. അതായത് ഇത് ഞങ്ങൾ പുറത്ത് വിടും. അപ്പോൾ അത് പുറത്ത് വിടാതിരിക്കാൻ പലരും യവന്മാർ ചോദിക്കുന്ന പൈസയും കൊടുത്ത് അത് നെഗോഷിയേറ്റ് ചെയ്ത് അവന് വലിയ കിട്ടും, അത് കോടിക്കണക്കിന് രൂപ കിട്ടുന്നത്, അത് വാങ്ങിക്കൊണ്ട് അവന്മാർ അവസാനം അതിന് ഈൽഡ് ചെയ്ത് അനങ്ങാതെ നിൽക്കും. ആ രീതിയിലുള്ള ഒരു ഇടപാടുണ്ട്. അതാണ് ഒന്ന് ഒരു വിധത്തിൽ. രണ്ടാമത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലീക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആവശ്യമുള്ളവർക്ക് അവന്മാർ കൊടുക്കും. അങ്ങനെ കൊടുക്കാൻ ഇത് വാങ്ങാൻ കുറേ ആളുകളുണ്ട്. കാരണം ഈ കോമ്പറ്റീറ്റേഴ്സ് ബിസിനസ്സിലുള്ളപ്പം അത് ഇതിൻ്റെ ഒന്നും വാങ്ങത്തില്ല, ബിസിനസ്സിലുണ്ട് പലപ്പോഴും അവരിത് വാങ്ങിയെടുക്കുന്നതിന് വലിയ തുക കിട്ടും യവന്മാർക്ക്. ഈ ഡാർക്ക് വെബുകളുടെ ജോലി എന്ന് പറയുന്നത് ഇതാണ്. ഈ രീതിയിലാണ് അവരുടെ ഇടപാട് നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ പ്രശ്നം ഇവരൊക്കെ പറയുന്നത് അത് 19,000 അതായത് 19,000 ഫയലുകളാണ്, ഈ രഹസ്യരേഖകളാണ് ഈ ചോർന്നേക്കുന്നത്. 19,000 ഒന്നും രണ്ടൊന്നുമല്ല, 19,000 രഹസ്യരേഖകളാണ് ഈ ചോർന്നേക്കുന്നത്. ഇതിന് ഒരു കുഴപ്പമില്ലെന്ന് ഇവർ പറയാൻ തുടങ്ങി. എങ്ങനെയാണ് മനസ്സിലാവുന്നത്? നമുക്കെന്തോ നമ്മുടെ പൊട്ടന്മാരാണോ? ഒന്നുമല്ല. ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇതെന്ന് പറഞ്ഞാൽ വലിയ ഹൈ സെക്യൂരിറ്റി റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. അപ്പം ഇതിൽ തന്ത്രപ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും അവിടെ ഏതൊക്കെ വിധത്തിൽ അത് എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മറ്റും ഒക്കെ അത് എത്രമാത്രം അവിടെ വളരെ വളരെ കെയർഫുള്ളായിട്ട് കീപ്പ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഏതാണെന്ന് ഒക്കെ ഉള്ള വിവരങ്ങളൊക്കെ വളരെ രഹസ്യമാണ്. അതൊക്കെയാണ് ഈ രേഖകളിലൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ അതിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞെന്താണെന്നറിയോ? ഈ ആണവ നിലയത്തിൽ ഒരു ലീക്കേജ് വന്നാൽ നമുക്കതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കാൻ പറ്റുമോ? വന്നു പോയാൽ അതായത് ആണവോർജം ലീക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും, വളരെ വലിയ ലൈഫ് ഹസാർഡാണ്. അത് ജീവന് തന്നെ ഭീഷണിയാണ്. ആർക്ക്? അവിടെയുള്ള ജനങ്ങൾക്കും സമീപ പ്രദേശങ്ങളിലുള്ളവർക്കെല്ലാം ഇത് വലിയ ഭീഷണിയാവും. നമുക്ക് ചെർണോബിൽ ദുരന്തം എന്ന് പറയുന്ന ഒരു ദുരന്തം നമ്മൾ റഷ്യയിൽ നമുക്കറിയാവുന്നതാണല്ലോ. സോവിയറ്റ് യൂണിയനിലുണ്ടായത് ചെർണോബിലിൽ ആണവ ചോർച്ചയുണ്ടായി ആ ആണവോർജ നിലയത്തിൽ നിന്ന്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം, ഇതിന് എത്രയോ ഒരു പീരീഡ് ഉണ്ട്. ഇപ്പോൾ ഒരു 40 years ഇതിൻ്റെ ലൈഫ് സ്പാൻ, അതിലും കൂടുതലുള്ളതുമുണ്ട്. ഇപ്പോൾ അതിന് 40 years എങ്ങാണ്ടായിരുന്നു. അതായി കഴിഞ്ഞാൽ എന്താണെന്നറിയോ? പിന്നെ ഇതൊന്നും ചെയ്യാനൊക്കത്തില്ല. അതായത് ഇത് പിന്നെ ഒരു വലിയ കൺസ്ട്രക്ഷൻ അതിൻ്റെ മേളിൽ കൂടെ നടത്തി ഇത് മൂടി നിർത്തുക എന്നുള്ളതും മാത്രമേ ഉള്ളൂ. കാരണം ഇത് ഒരിക്കലും ചോർച്ച വരാതിരിക്കാം. ഇത് കടലിൽ കൊണ്ടിടാൻ ഒക്കത്തില്ല. കടലിലെ സമ്പത്ത് മുഴുവൻ നശിക്കും. അത് ചെയ്യാൻ പാടില്ല. പിന്നെ ഇത് ഭൂമിക്കടിയിലോട്ട് കുഴിച്ചിട വെക്കാൻ ഒക്കത്തില്ല. കാരണം ഭൂമിക്കടിയിലുള്ള സബ്റ്ററേനിയൻ വാട്ടറിലെല്ലാം ഇത് പൊല്യൂട്ട് ചെയ്യും. അതിനകത്തെല്ലാം അണുക്കൾ ഇത് പകർന്ന് പോവും. ലൈഫ് ഹസാർഡാണ്, ഹെൽത്ത് ഹസാർഡാണ്. അതുകൊണ്ട് അതൊന്നും ചെയ്യാനൊക്കത്തില്ല. ആ രീതിയിൽ സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ്. അന്നേരമാണ് ഇത് വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു സാധനത്തിൽ ഇത് വരുന്നത്. ഇപ്പോൾ 2027 ഇതിൻ്റെ ഈ 3-4 സ്റ്റേജുകൾ പൂർണ്ണമായിട്ട് വർക്കിംഗ് ഇതാവേണ്ടത് പ്രവർത്തനം. ആ പ്രവർത്തനം തുടങ്ങിയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നേട്ടമാണ്. കാരണം ഈ ഒരു 2000 മെഗാവാട്ട് വൈദ്യുതി അതിൽ നിന്ന് കിട്ടും. അത് ഒരു ചില്ലറ കാര്യമല്ല. രാജ്യത്തിന് വളരെ പുരോഗമനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് അവിടെ ഈ ചോർച്ച ഇതുപോലെ വന്നേക്കുന്നത്. ഇവനെയൊക്കെ കണ്ടുപിടിച്ചതിൻ്റെ പുറകിലുള്ളവനെയൊക്കെ കണ്ടുപിടിച്ചുണ്ടല്ലോ, അവനെയൊക്കെ തക്കതായ രീതിയിൽ ശിക്ഷ കൊടുക്കണം. ഇതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ അതിന് സമാധാനം പറയണം. അവരാണ് അതിന് സമാധാനം പറയേണ്ടത്, കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് അവരാണ്, നടപടി വേണം.